1958 ഫെബ്രുവരി 14 റിലീസ് ചെയ്ത സിനിമയാണ് നായർ പിടിച്ച പുലിവാല്. ഉറൂബിൻ്റെ രചനയിൽ സംവിധാനം നിർവഹിച്ചത് പി. ഭാസ്കരനാണ്. മലയാളത്തിലെ ഒരു മുഴുനീള ഹാസ്യ ചിത്രം എന്ന് പറയാനാകില്ലെങ്കിലും ഹാസ്യത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള സിനിമയാണ് നായർ പിടിച്ച പുലിവാല്. ടി. വാസുദേവൻ നിർമ്മിച്ച ഈ ചിത്രത്തിലെ താരങ്ങൾ സത്യൻ, രാഗിണി, ബഹദൂർ, ജി. കെ. പിള്ള, എസ്. പി. പിള്ള, മുതുകുളം കുഞ്ഞാവ, മുത്തയ്യ, ടി. എൻ. ഗോപിദാസൻ നായർ, ടി. കെ. ആർ. ഭദ്രൻ, വാണക്കുറ്റി, പങ്കജവല്ലി, പ്രേമ, കൊച്ചപ്പൻ തുടങ്ങിയവരായിരുന്നു. പി. ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് കെ. രാഘവൻ സംഗീതം നൽകി. കെ. രാഘവൻ, കെ. പി. ഉദയഭാനു, മെഹബൂബ്, പി. ലീല എന്നിവർ പാടി. മെഹബൂബ് പാടിയ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരിമാമ്പഴം, ഹാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ എന്നീ ഗാനങ്ങൾ ഇതിലേതാണ്. കഥ: പൈതൽ നായർ ഹോട്ടൽ നടത്തുന്നു. നാട്ടിൽ വന്ന് തമ്പടിച്ച സർക്കസുകാർ ഭക്ഷണം കഴിക്കുന്നത് പൈതൽ നായരുടെ ഹോട്ടലിൽ നിന്നാണ്. ഭക്ഷണം കഴിക്കാനെത്തുന്ന ട്രിപ്പീസ് കളിക്കാരനായ ചന്ദ്രനെ നായരുടെ മകൾ തങ്കം പ്രണയിക്കാൻ തുടങ്ങുന്നു. നാട്ടിൽ തന്നെയുള്ള മറ്റൊരു ചായക്കടക്കാരനാണ് കുറുപ്പ്. സർക്കസുകാരുടെ കച്ചവടം മുഴുവൻ പൈതലിന് പോകുന്നതിൽ തൃപ്തനല്ല കുറുപ്പ്. എന്ന് മാത്രമല്ല, അമർഷവുമുണ്ട്. അയാളുടെ കയ്യാളാണ് കൊച്ചുണ്ണി. കൊച്ചുണ്ണിക്കാണെങ്കിലോ തങ്കത്തെ നോട്ടവുമുണ്ട്. തങ്കത്തോട് അഭിനിവേശമുള്ള വേറൊരാൾ കൂടിയുണ്ട്. അയാൾ പോലീസിൽ നിന്ന് പിരിച്ചയക്കപ്പെട്ട ശേഷം നാട്ടിൽ ചട്ടമ്പിയായി വിലസുന്ന ഗോപിയാണ്. തങ്കത്തിൻ്റെ കാര്യത്തിൽ ഇതാണെങ്കിൽ ചന്ദ്രനോട് പ്രേമമുള്ള മറ്റൊരു സ്ത്രീയാണ് ചന്ദ്രനോടൊപ്പം ട്രിപ്പീസ് ചെയ്യുന്ന ലളിത. ഒരു നാൾ അമ്പലത്തിൽ വച്ച് ചന്ദ്രനും ഗോപിയുമായി അടിപിടി ഉണ്ടാവുന്നു. ചന്ദ്രന് പരിക്കേറ്റു. ട്രിപ്പീസ് കളി മുടങ്ങി. കനത്ത മഴയുമായി സർക്കസ് വരുമാനം തീരെ കുറഞ്ഞു. ഉടമയ്ക്കാണെങ്കിൽ നായർക്ക് ഭക്ഷണം കഴിച്ച വകയിൽ ധാരാളം പണത്തിൻ്റെ കടവുമായി. കടുവയും സിംഹവും ഉൾപ്പെടെ ഉള്ള മൃഗങ്ങളെ നായർക്ക് പണയം നൽകി പണം കൊണ്ടുവന്ന ശേഷം തിരിച്ചു കൊണ്ടുവരാം എന്ന കരാറിൽ സർക്കസ് ഉടമ പോകുന്നു. മൃഗങ്ങളെ തീറ്റിപ്പോറ്റാൻ കഴിയാതെ നായർ വിഷമത്തിലാകുന്നു. നായരെ നശിപ്പിക്കാൻ കുറുപ്പ് ഗോപിക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, തങ്കത്തിനെ ലഭിക്കാൻ ഒത്താശ ചെയ്യാൻ വേണ്ടി കൊച്ചുണ്ണിയും ഗോപിക്ക് പണം കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടിലായ നായരുടെ സഹായി എന്ന് നടിക്കുന്ന ഗോപിക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. ഇതിനിടെ വീട്ടാനുള്ള തുകയ്ക്കായി ചന്ദ്രൻ വലയില്ലാത്ത ട്രിപ്പീസ് കളിക്കൊരുങ്ങി. അസൂയാലുവായിരുന്ന ലളിത ട്രിപ്പീസ് കയർ മുറിച്ചു വച്ചിരുന്നെങ്കിലും ഭാഗ്യത്താൽ ചന്ദ്രൻ ആപത്തിൽപ്പെട്ടില്ല. പശ്ചാത്താപത്തോടെ ലളിത ആത്മഹത്യ ചെയ്തു. തങ്കവുമായുള്ള ഗോപിയുടെ വിവാഹത്തിൽ മനം നൊന്ത് കൊച്ചുണ്ണി ഒരു പുലിയെ കൂട് തുറന്ന് വിടുകയും ചന്ദ്രൻ സാഹസികമായി പുലിയെ കൂട്ടിലാക്കുകയും ചെയ്തു. എന്നാൽ കൂട്ടിലാക്കപ്പെട്ട ഗോപിയെ പുലി കൊന്നിരുന്നു. ദേഷ്യം അടങ്ങാതെ കൊച്ചുണ്ണി സിംഹത്തിനെയും കൂട് തുറന്നു വിടാൻ ഒരുങ്ങുമ്പോൾ പോലീസിനെ വിളിക്കുന്നു. പോലീസെത്തി. തോക്ക് ചൂണ്ടി പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൊച്ചുണ്ണി വഴങ്ങുന്നില്ല. തങ്കം സ്നേഹത്തോടെ പറയുമ്പോൾ അയാൾ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പോലീസിനെ കീഴടങ്ങുന്നു. ചന്ദ്രനും തങ്കവും തടസ്സങ്ങളിൽ മറികടന്ന് വിവാഹിതരാകുന്നു. ശുഭം.